ഗാസയിലെ വംശഹത്യയെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ആരോപണം. ഇസ്രായേലിനുള്ള ശക്തമായ പിന്തുണ. ജർമ്മനി ഇസ്രായേൽ ബന്ധം സൂചിപ്പിക്കുന്നത് എന്താണ്? ജർമ്മനിയുടെ ഇസ്രായേൽ ബന്ധം ഭീഷണിയിലാണോ? ബന്ധത്തിന്റെ അടിസ്ഥാനം ചരിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ ചരിത്രം ഒന്ന് പരിശോധിക്കാം. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഭൂതകാലം വളരെ പ്രധാനമാണ്. 1941 1945 ഇടയിൽ നാസി കാലഘട്ടത്തിലെ യൂറോപ്യൻ ജൂതന്മാരുടെയും മറ്റ് ഗ്രൂപ്പുകളുടെയും വംശഹത്യ ഇന്നത്തെ ജർമ്മനിയുടെ നിലനിൽപ്പിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യൂറോപ്യൻ ജൂതന്മാരുടെ വംശഹത്യയാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹോളോകോസ്റ്റിൽ 6 ദശലക്ഷം ജൂതന്മാരെ ജർമ്മനി ആസൂത്രിതമായി കൊലപ്പെടുത്തി. സംഭവത്തിന് 3 വർഷത്തിനു ശേഷം സയോണിസ്റ്റ് പ്രസ്ഥാനം ഇതര രാഷ്ട്രമായി സ്ഥാപിച്ച് ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ ജർമ്മൻ ഭരണകൂടം ഒരു പ്രത്യേക ഉത്തരവാദിത്തമായിട്ടാണ് അതിനെ കാണുന്നത്. ഇസ്രായേലിനോടുള്ള പ്രതിബദ്ധത ഒരു നയപരമായ ലക്ഷ്യം മാത്രമല്ല, ഇന്നത്തെ ജർമ്മനിയുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഭാഗമാണെന്നാണ് ലോകം തിരിച്ചറിയുന്നതും വിലയിരുത്തുന്നതും. ഹോളോകോസ്റ്റ് സമയത്ത് യൂറോപ്പിൽ നാസി ജർമ്മനി നടത്തിയ ജൂതന്മാരുടെ വംശഹത്യയാണ് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം നയതന്ത്ര പിന്തുണയും കാര്യമായ ആയുധ കൈമാറ്റവും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരിൽ ഏറ്റവും പ്രധാനിയാണ് ജർമ്മനി എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചില വിദഗ്ധർ പറയുന്നത് തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയിൽ വെള്ള പൂശാനോ അല്ലെങ്കിൽ നാസി ഭൂതകാലത്തിന് പരിഹാരമുണ്ടാക്കാനോ ഒക്കെയുള്ള ശ്രമമാണ് ജർമ്മനി നടത്തുന്നതെന്നാണ്. 1965 മെയ് 12 ജർമ്മനിയും ഇസ്രായേലും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ളതും ശക്തവുമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം 2023 ഇസ്രായേലിലേക്ക് 326.5 മില്യൺ യൂറോ മൂല്യമുള്ള ആയുധ കയറ്റുമതിക്ക് ജർമ്മനി അംഗീകാരം നൽകിയിട്ടുണ്ട്. 2022 അപേക്ഷിച്ച് ഇത് 10 ഇരട്ടിയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിന്റെ ഏകദേശം 30% ജർമ്മനിയിൽ നിന്നാണ്. US ശേഷം ഇസ്രായേലിന്റെ അടുത്ത വലിയ ആയുധ വിതരണക്കാരായ ജർമ്മനി ഇപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മർദ്ദത്തിലാണ്. ഗാസയിൽ നടത്തുന്ന മാരകമായ ആക്രമണത്തിന് ഇസ്രായേലിന് ആയുധങ്ങളും മറ്റ് പിന്തുണയും നൽകുന്നു. ജനീവ കൺവെൻഷന്റെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനങ്ങൾക്ക് ബെർലിൻ സൗകര്യമൊരുക്കുന്നു. ഇങ്ങനെ പല ആരോപണങ്ങളാണ് ജർമ്മനി നേരിടുന്നത്. അതുകൊണ്ട് ഇസ്രായേലിന് ജർമ്മനി ആയുധങ്ങൾ വിൽക്കുന്നത് തടയാനുള്ള അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് നിക്കരാഗ്വ ഐക്യരാഷ്ട്രസഭയുടെ സുപ്രീം കോടതിയായ ICJയെ സമീപിച്ചിരിക്കുകയാണ്. പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസിയായ UNRWAക്ക് ബെർലിൻ ധനസഹായം പുനഃസ്ഥാപിക്കണമെന്നും നിക്കരാഗ്വ ആവശ്യപ്പെടുന്നു. ചൊവ്വാഴ്ച അന്താരാഷ്ട്ര കോടതിയോട് മറുപടി പറഞ്ഞുകൊണ്ട് ഇസ്രായേലുമായുള്ള ബന്ധം ചരിത്രപരമാണ് എന്ന വാദമാണ് ഇതിന് മറുപടിയായി ജർമ്മനി ഉന്നയിക്കുന്നത്. ഇസ്രായേലിന്റെയും പലസ്തീൻ ജനതയുടെയും കാര്യത്തിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ ജർമ്മനി പരമാവധി ശ്രമിക്കുന്നുവെന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസിന്റെ ലീഗൽ ഡയറക്ടറായ വോൺ ഉസ്ലർ ഗ്ലീഷിൻ തറപ്പിച്ചു പറയുകയും ചെയ്തു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും മാനുഷിക തത്വങ്ങളുടെയും പ്രോത്സാഹനത്തിനും ശക്തിപ്പെടുത്തലിനും വേണ്ടി എപ്പോഴും വാദിക്കുന്ന ജർമ്മനി ജർമ്മൻ വിദേശ നയത്തിന്റെ കാതലായ ഇസ്രായേലിന്റെ സുരക്ഷയും ചരിത്രവും ICJയോട് വിശദീകരിച്ചു. ഒപ്പം നിക്കരാഗ്വയുടെ കേസിന്റെ അടിത്തറ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും അത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്നും ജർമ്മനി ചൊവ്വാഴ്ച വാദിച്ചു. ജർമ്മനി പറയുന്നത് തങ്ങളുടെ ആയുധ വിൽപ്പന തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു എന്നാണ്. ഇതേസമയം ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക ചുമത്തിയ ഒരു പ്രത്യേക കേസ് ICJ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. ദക്ഷിണാഫ്രിക്ക ഇസ്രായേൽ കേസിൽ ഗാസയിലെ വംശഹത്യ തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ജനുവരിയിൽ ICJ ഇസ്രായേലിനോട് ഉത്തരവിട്ടിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടതുപോലെ യുദ്ധം നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എൻക്ലേവിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല.